വിദേശ സംഭാവന ചട്ട ഭേദഗതിയിൽ ക്രൈസ്തവ സഭകളുടെ ആശങ്ക തുടരുകയാണ്. പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും നേരിൽ കണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് ക്രൈസ്തവ സഭകളുടെ ശ്രമം. CBCI ഉൾപ്പെടെ അതിനായുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ബില്ല് വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വന്നാൽ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് UDF-ഉം LDF-ഉം. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. അഭിനന്ദ്, ഈ കടുത്ത എതിർപ്പ് സഭകളുടെ ഭാഗത്തു നിന്ന് വരുന്നതിനിടെ ഇന്നലത്തെ ചർച്ചയിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ കേന്ദ്രത്തിന്റെ നിലപാട് ഇത് സംബന്ധിച്ച് ഇനി ചർച്ചയില്ല, തീരുമാനവുമായി മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സഭകളുമായി ഇനി ചർച്ചയില്ല, തീരുമാനവുമായി മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ വീണ്ടും ബില്ല് പാർലമെന്റിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്കയൊക്കെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനുമുണ്ട്. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്? കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ ഒരു അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ സഭാ നേതൃത്വം വെച്ച് പുലർത്തുന്നുണ്ടല്ലോ YS അഭിനന്ദ്. റിജിത്ത്, കേന്ദ്രം ഇപ്പോഴും കൃത്യവും സുതാര്യമായിട്ടുള്ള നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബില്ല് ഇന്നലെ ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ അടക്കം K രാധാകൃഷ്ണൻ MP ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എത്തിയത്. അപ്പോഴാണ് ബില്ല് ഇന്നലെ ചർച്ചയ്ക്കെടുക്കില്ല എന്ന് അറിയിച്ചത്. ഉചിതമായ സമയത്ത് ബിൽ അവതരിപ്പിക്കാമെന്നാണ് ഇപ്പോൾ കേന്ദ്ര പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഉചിതമായ സമയം എന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം. BJP സംസ്ഥാന ഘടകത്തിന് സമ്മർദ്ദം ഇതുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര നേതാക്കൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ ബില്ല് അവതരിപ്പിക്കാതിരുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ചില സമ്മർദ്ദങ്ങൾ ക്രൈസ്തവ സഭകൾ ഇടഞ്ഞു തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന. CBCI അടക്കം വ്യക്തമായിട്ടുള്ള നിലപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നു. ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല, ഒരിക്കലും നടപ്പാക്കരുത്, കേന്ദ്ര സർക്കാർ നിന്ന് പിൻവാങ്ങണമെന്നുള്ള ആവശ്യമാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ബില്ല് ചർച്ചയ്ക്കെടുക്കാതിരുന്നത്. തിരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന പാർലമെന്റ് സഭകളിലായിരിക്കും ഇത്തരത്തിലേക്ക് വീണ്ടും ഈ ബില്ല് എടുക്കുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തുവരുന്നത്. അപ്പോഴും ക്രൈസ്തവ സഭകൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ബില്ല് ഒരിക്കലും നടപ്പിലാക്കരുതെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ്. ഏത് തരത്തിലും ഈ ബില്ല് ലോക്സഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ MPമാരുടെ തീരുമാനം. ഇന്നലെ MPമാരായ ഫ്രാൻസിസ് ജോർജ്, മാത്യു ആന്റണി, ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനും അടക്കം വ്യക്തമാക്കിയതും അങ്ങനെ തന്നെയാണ്. എന്ത് വില കൊടുത്തും ഇത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടാണ് നിലവിൽ പ്രതിപക്ഷ MPമാർ കേരളത്തിൽ നിന്നുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത്. ശ്രുതി, റിജിത്ത്. ശരി, YS അഭിനന്ദ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കടുത്ത എതിർപ്പ് സഭാ നേതൃത്വങ്ങൾ തുടരുകയാണ്. കാര്യം കേന്ദ്ര സർക്കാരിനെ നേരിട്ട് ആശങ്ക ബോധ്യപ്പെടുത്തുക എന്ന നടപടിയിലേക്ക് കടക്കുക എന്നതാണ് സഭാ നേതൃത്വത്തിന്റെ തുടർന്നുള്ള നീക്കമായി നമ്മൾ കാണേണ്ടത്.